ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കോസിലെ സുവിശേഷം 21 അധ്യായമാണ്. വിധവയുടെ ചില്ലിക്കാശ് അവൾക്ക് ദേവാലയത്തിൽ കാണിക്കയിടുന്നതാണ് സംഭവം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12 അധ്യായത്തിൻ്റെ 41 മുതൽ 44 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മളിത് നേരത്തെ ഒന്ന് ചിന്തിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് പറയുവാനായിട്ടുള്ളത്, നാം അറിയാതെ തന്നെ ദൈവം നമ്മെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഈ വിധവ അവിടെ ചില്ലിക്കാശ് ഇടുന്നത് കർത്താവ് കാണുന്നതായി അവൾ മനസ്സിലാക്കുന്നില്ല. ആരെയെങ്കിലും കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ സമൂഹമധ്യേ മാനം ലഭിക്കുന്നതിനോ ഒന്നുമല്ല അവളുടെ കാഴ്ച ദൈവസന്നിധിയിൽ ദേവാലയത്തിൽ അവൾ സമർപ്പിക്കുന്നത്. യഹോവന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദേവാലയത്തിൽ തന്നെ പല ഭണ്ഡാരങ്ങൾ അവർ വെച്ചിരുന്നു, വ്യത്യസ്തമായ ഉദ്ദേശത്തോടുകൂടി. ആ ഭണ്ഡാരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കാഴ്ചകൾ കൊണ്ടാണ് ദേവാലയത്തിൻ്റെ മെയിൻ്റനൻസ്, അതുമായി ബന്ധപ്പെട്ട യാഗാദി കർമ്മങ്ങളുടെ ചിലവുകൾ, എണ്ണ, വീഞ്ഞ്, സുഗന്ധധൂപത്തിനുള്ള വസ്തുക്കൾ, പൂജാപാത്രങ്ങൾ, ഇങ്ങനെ എല്ലാം അവർ സ്വീകരിച്ചിരുന്നെങ്കിൽ വ്യത്യസ്തമായ ഭണ്ഡാരങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായ തുക കൊണ്ടായിരുന്നു. അത് യഹൂദന്മാരെ കൃത്യമായി നൽകുകയും ചെയ്തിരുന്നു. അത് ദേവാലയത്തിനുള്ളിലും സിനഗോഗുകളിലൊക്കെ അങ്ങനെ കാഴ്ച സമർപ്പിക്കാനുള്ള സംവിധാനം അവർക്കുണ്ട്. അപ്പം അങ്ങനെയാണ് കർത്താവ് ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിധവ അവിടെ കയ്യിലാകെ ഉണ്ടായിരുന്ന 2 വെള്ളിക്കാശ് അല്ലെങ്കിൽ ആ ചില്ലിക്കാശ് അത് അവൾ പൂർണ്ണമായും അവിടെ അത് സമർപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, നാം അറിയാതെ ദൈവം നമ്മെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ദേവാലയത്തിനുള്ള നേർച്ച വഴിപാടുകളെ കർത്താവ് ഇവിടെ നിരുത്സാഹപ്പെടുത്തിയിട്ടുമില്ല ഒരിക്കലും. ത്യാഗനിർഭരമായ ദാനത്തിന് എന്നും മാഹാത്മ്യമുണ്ട്. അധികത്തിൽ നിന്നും അല്പം നൽകുന്നതിനേക്കാൾ അതൊരു യഥാർത്ഥ ദാനമായി പരിഗണിക്കാൻ പറ്റില്ല. അപ്പം ത്യാഗത്തോടെയാണെങ്കിലും പ്രസിദ്ധിക്ക് വേണ്ടിയുള്ള വലിയ ദാനത്തിനും വലിയ മാഹാത്മ്യമില്ല. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, മറ്റുള്ളവരെ കാണിക്കേണ്ടതിന് അവർ ചെണ്ടകൊട്ടിയും തെരുവോണികളിൽ നിന്നും മറ്റുള്ളവരെ കാണത്തക്കവണ്ണം യഹൂദന്മാരെ അങ്ങനെ ഭിക്ഷ അല്ലെങ്കിൽ ദാനം നൽകുന്ന രീതി അവർക്കുണ്ടായിരുന്നു. അതിനും വലിയ പ്രസക്തിയില്ല എന്ന് നമുക്കറിയാം. പിന്നെ ദാനം ചെയ്യാത്തവന് ദൈവത്തിൽ നിന്നുള്ള ദാനത്തിന് അർഹതയുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്ത്രീയുടെ പൂർണ്ണമായ സമർപ്പണമാണ്. നമ്മളും ദൈവസന്നിധിയിൽ പല കാര്യങ്ങൾ സമർപ്പിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ സമർപ്പണം ഭാഗികമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കുള്ള അധ്വാന ഫലം മുഴുവൻ ദേവാലയത്തിൽ കൊണ്ടിടണമെന്നല്ല അർത്ഥമാക്കുന്നത്. നമ്മൾ നൽകുന്നത് നമ്മളെ തന്നെ സമർപ്പിക്കലാണ്. അപ്പം ദൈവത്തിനാവശ്യം നമ്മൾ നൽകുന്ന പണത്തേക്കാൾ നമ്മളുടെ പൂർണ്ണമായ സമർപ്പണമാണ്. പക്ഷെ നമ്മൾ വാസ്തവത്തിൽ ഭാഗികമായി മാത്രമല്ലേ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്നുള്ളൂ. നമ്മളെ തന്നെ നോക്കുക. നമ്മുടെ ലൗകികവും ഭൗതികവുമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ നടത്തിയതിന് ശേഷം ദൈവസന്നിധിയിൽ ഒരു ദിവസം പ്രാർത്ഥിക്കുവാൻ, അല്ല വേദപുസ്തകം വായിക്കുവാൻ,
അല്ലെങ്കിൽ അങ്ങനെയുള്ള നന്മ പ്രവർത്തികളെക്കുറിച്ച് ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ഒരു ദിവസം എത്ര സമയം നമ്മൾ എടുക്കുന്നുണ്ട്? 24 മണിക്കൂറിൽ ഒരംശമെങ്കിലും നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിന് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും ഏത് യാത്ര ചെയ്യുമ്പോഴും ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും ഒരു യാത്രയും ഒരു ജീവിതവുമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനാണ് കർത്താവ് ശിശുക്കളുടെ കാര്യം പറഞ്ഞത്. ഒരു ശിശു തൻ്റെ മാതാപിതാക്കളിൽ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. പൂർണ്ണമായും അവൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആഗ്രഹത്തെയും എല്ലാം മാതാപിതാക്കളിൽ അവൻ സമർപ്പിക്കുന്നത് പോലെ നമ്മുടെ സമർപ്പണം. എന്നാൽ കുട്ടികൾ മുതിർന്നു കഴിയുമ്പോൾ ആ പൂർണ്ണമായ സമർപ്പണം ഉണ്ടാവില്ല. അവൻ സ്വതന്ത്രമായി നടക്കാനും അല്ലെ പ്രവർത്തിക്കാനും ഒക്കെയാണ് അവൻ ആഗ്രഹിക്കുക. അപ്പോൾ ശിശുവായിരിക്കുമ്പോൾ ഒരു പൂർണ്ണമായ സമർപ്പണമുണ്ട്. ആ സമർപ്പണമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ശരീരവും നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വേദപുസ്തക വായനകളും ധ്യാനങ്ങളും പ്രാർത്ഥനകളൊക്കെ അതിന് നമ്മെ സഹായിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ചില ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കുകയും അല്ലാത്തപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ ജീവിക്കുകയും ചെയ്യുന്ന രീതി ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ 5-6 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചാണ്. വളരെ അതിമനോഹരമായി നിർമ്മിക്കപ്പെട്ട ദേവാലയമായിരുന്നു യെരുശലേം ദേവാലയം. പക്ഷെ അതുകൊണ്ടുള്ള ഉദ്ദേശം അതിലൂടെ നടക്കുന്നില്ല. ഏത് ലക്ഷ്യത്തോടു കൂടിയാണോ ദേവാലയം സ്ഥാപിച്ചത് ആ ലക്ഷ്യത്തിൽ നിന്ന് അതിൻ്റെ പ്രവർത്തനം മാറിപ്പോയി. അതാണ് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയൊക്കെ കർത്താവ് പുറത്താക്കിയ സംഭവം നമ്മൾ നേരത്തെ കണ്ടു. അതൊരു ദേവാലയമാണെങ്കിലും ഏത് പ്രവർത്തനമാണെങ്കിലും ഉദ്ദേശശുദ്ധിയില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ദോഷമായിട്ട് ഭവിക്കും. ഉദ്ദേശശുദ്ധിയില്ലാതെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ലാഭമായും അനുഗ്രഹമായും തോന്നിയേക്കാം. പക്ഷെ അതൊരിക്കലും നിലനിൽക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഏത് കാര്യം ചെയ്താലും ഇപ്പോൾ ഒരു ക്ലേശം തോന്നിയാൽ പോലും ഉദ്ദേശശുദ്ധിയോടുകൂടി നമ്മൾ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് അനുഗ്രഹമായിട്ട് ഭവിക്കും. ഇനി അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ ക്ലേശങ്ങളുടെ ആരംഭത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു. കർത്താവിന് ശേഷം ഇസ്രായേലിന് വരാൻ പോകുന്ന ക്ലേശത്തെക്കുറിച്ചാണ്. എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോവരുത് എന്ന് പറഞ്ഞാൽ നമ്മളെ പറഞ്ഞ് ഭയപ്പെടുത്തിയും ഞാനാണ് ഇന്ന് പല മനുഷ്യരും ദൈവമെന്ന പേരിൽ അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവരുടെ മുൻപാകെ വ്യാജ മനോഭാവവുമായി പ്രവർത്തനങ്ങളുമായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരെയൊക്കെ പല ആളുകളെയും ദൈവമെന്ന രീതിയിൽ മനുഷ്യനിവിടെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ധാരാളം ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്ലേശങ്ങളുടെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നൊക്കെ കർത്താവ് അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടത് ലോകത്തിൻ്റെ അവസാനമല്ല. എന്നാൽ യഹൂദന്മാർക്ക് ഇസ്രായേൽ സമൂഹത്തിന് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചൊക്കെ കർത്താവ് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് തനിക്ക് ശേഷം
അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ പിടിക്കപ്പെടുമ്പോൾ ഞാൻ എന്ത് പറയണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിനുള്ള കഴിവ്, വാക്ചാതുര്യമൊക്കെ ദൈവം നിങ്ങൾക്ക് നൽകിക്കൊള്ളും. ഇത് കർത്താവിൻ്റെ ക്രൂശീകരണ ശേഷം, സ്വർഗാരോഹണത്തിന് ശേഷം ആദിമസഭ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, ലേഖനങ്ങളിലുമുണ്ട്. പൗലോസും മറ്റ് ശിഷ്യന്മാരുമൊക്കെ പോയ സ്ഥലങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, ന്യായാധിപന്മാരുടെ മുമ്പിൽ അവർ പിടിക്കപ്പെട്ടത്, അവർ സംസാരിച്ചതും ലോകത്തിന് മുൻപാകെ ജ്ഞാനമില്ല എന്ന് വിചാരിച്ചവരുടെ സംസാരങ്ങളൊക്കെ നമുക്ക് വിശുദ്ധ ബൈബിളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ കർത്താവ് മുന്നമേ അവരോട് പറയുകയാണ്. അതൊക്കെ യഥാർത്ഥമായി സംഭവിക്കുകയും ചെയ്തു. 20 മുതലുള്ള 24 വരെയുള്ള വാക്യങ്ങൾ ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ചാണ് കർത്താവ് പറയുക. കർത്താവിന് ശേഷം AD 70 അത് പൂർണ്ണമായി അവിടെയൊക്കെ സംഭവിച്ചു. ധാരാളം ആളുകൾ വധിക്കപ്പെട്ടു, പലർക്കും എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ കർത്താവിനെ ക്രൂശിച്ച നഗരം മുഴുവൻ നാമാവിശേഷമായത് ചരിത്ര സത്യമായി ഇന്ന് അവശേഷിക്കുകയാണല്ലോ. 25 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സമയത്ത് പ്രകൃതികളിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ഒക്കെ അടയാളങ്ങൾ ഉണ്ടാകും. കടലിൻ്റെയും ആ തിരമാലകളുടെയൊക്കെ ഇരമ്പൽ വലിയ സംഭ്രമം ഉണ്ടാക്കും. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർത്തുള്ള ഭയം, ആകുലത, ഇതൊക്കെ കൊണ്ട് മനുഷ്യൻ അസ്തപ്രജ്ഞരാകും. ആകാശത്തിൻ്റെ ശക്തികളൊക്കെ ഇളവും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടെ വാനമേഘങ്ങളിൽ ആഗതനാകും. അതിന് കർത്താവ് പറഞ്ഞ ഒരു ഉപമയുണ്ട്. അത്തിമരത്തെ നോക്കുക. അത് അത്തിമരം അത് തളിർക്കുമ്പോൾ വേനലടുത്തുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആയതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭൂമിയിലും പ്രകൃതിയിലും ഒക്കെ നമ്മൾ കാണുമ്പോൾ കർത്താവിൻ്റെ വരവ് അടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതനുസരിച്ച് നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. ഈ സന്ദർഭങ്ങളൊക്കെ നമ്മൾ വളരെ ജാഗരൂകരായി നമ്മളെ തന്നെ ഒരുക്കണം. അതാണ് 34 മുതൽ സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയിൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് മൊത്തം ഈ സുഖലോലുപതയും മദ്യാസക്തിയും ജീവിത വ്യഗ്രതയുമാണ്. ഇപ്പോൾ കർത്താവിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിലും വായിക്കുന്നുണ്ടെങ്കിലും ഭൗതികമായത് ആസ്വദിക്കാനുള്ള പ്രവണതയാണ് എപ്പോഴും മുന്നിൽ നിൽക്കുക. കാരണം വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ചുള്ള അറിവോ പ്രത്യാശയോ നമുക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. വരാനുള്ള ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശയും ആ കാഴ്ചപ്പാടുമുണ്ടായിരുന്ന നമ്മുടെ പിതാക്കന്മാർ ഈ ഭൗതികമായതിനെയൊക്കെ അവർ വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ പാടുന്ന ലോകം, താത, സഹോദര, ജാതി, തറവാട് ആകെ ഉപേക്ഷിച്ച് കർത്താവിനായി മരിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവർ വന്നിരുന്നു. ആ ഒരു പൂർണ്ണമായ ഒരു ഒരുക്കം, ഒരു സമർപ്പണം നമുക്ക് ആവശ്യം. അതാണ് ആ വിധവയുടെ സമർപ്പണം, പൂർണ്ണമായ ഒരു സമർപ്പണം. നാളെ ഞാൻ എങ്ങനെ ഭക്ഷിക്കും, ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കാതെ അവളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചതായിരുന്നു. അവളുടെ കയ്യിലുള്ളതെല്ലാം ദൈവസന്നിധിയിൽ അവൾ കൊണ്ട് ഇട്ടു എന്ന് പറയുന്നത്.
ആ ഒരു സമർപ്പണം പൗലോസ്ലീഹായുടെ ചില വചനങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞു ഞാൻ മരിച്ചു, ക്രിസ്തുവിൽ മറഞ്ഞു, ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ശാരീരികവും മാനസികവും ആത്മീയവുമായ പൂർണ്ണമായ ഒരു സമർപ്പണം. അങ്ങനെ സമർപ്പിച്ച് ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് ജീവിച്ച് കാണിച്ച വ്യക്തിയാണ് സ്ലീഹന്മാർ, നമ്മുടെ പിതാക്കന്മാർ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് വരുവാൻ നമുക്കിടയായി തീരട്ടെ. 21-ാം അധ്യായം നമുക്ക് ഭയപ്പെടുത്താനുള്ള വാക്കുകളല്ല കർത്താവ് പറഞ്ഞത്, ഒരുങ്ങാനുള്ള ആഹ്വാനമാണ്. അപ്രകാരം നമ്മളെ തന്നെ ദൈവസ്ഥാനത്തിൽ ഒരുക്കുവാൻ ഈ പോൽക്കാലം 21-ാം അധ്യായത്തിലെ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ.